മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റ് തിയേറ്ററിൽ വലിയ വിജയമാകാതെ പോയ സിനിമയാണ്. ഏകദേശം 140 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ ഒരു സാധാരണ മാസ് മസാല ചിത്രമല്ല. യഥാർത്ഥത്തിൽ ഈ സിനിമയിലെ പ്രധാന വില്ലൻ ഫഹദ് ഫാസിലോ മറ്റേതെങ്കിലും വ്യക്തിയോ അല്ല, മറിച്ച് നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകളും നമ്മളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടവുമാണ്. പ്രശസ്ത സംവിധായകൻ കോസ്റ്റ ഗാവ്രാസിന്റെ ഇസഡ്, മിസ്സിംഗ് എന്നീ വിഖ്യാത പൊളിറ്റിക്കൽ സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മഹേഷ് നാരായണൻ ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. സിനിമയിൽ കാണിക്കുന്ന ഡിജിറ്റൽ സർവൈലൻസ്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഡാറ്റ ചോർച്ച എന്നിവയൊന്നും വെറും സിനിമാറ്റിക് ഭാവനകളല്ല, മറിച്ച് സമകാലിക ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടന്ന പല ഭയാനക സംഭവങ്ങളുടെയും കൃത്യമായ ഡോക്യുമെന്റേഷൻ കൂടിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പേട്രിയറ്റ് എന്ന സിനിമയ്ക്ക് പ്രചോദനമായ യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചാണ്. വെൽക്കം ടു സിനിമോസഫി. സിനിമയുടെ കഥ സഞ്ചരിക്കുന്നത് പെരിസ്കോപ്പ് എന്ന മിലിറ്ററി ഗ്രേഡ് സ്പൈവയറിനെ ചുറ്റിപ്പറ്റിയാണ്. രാജ്യസുരക്ഷയ്ക്കായി വാങ്ങിയ ഈ സോഫ്റ്റ്വെയർ പിന്നീട് രാഷ്ട്രീയ എതിരാളികളെയും മാധ്യമ പ്രവർത്തകരെയും നിരീക്ഷിക്കാൻ ദുരുപയോഗം ചെയ്യുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. സിനിമയിലെ പെരിസ്കോപ്പ് പോലെ തന്നെ യഥാർത്ഥ ലോകത്തെ ഭീതിയിലാഴ്ത്തിയ ഒന്നാണ് ഇസ്രായേലി കമ്പനിയായ NSO ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത പെഗാസസ് സ്പൈവയർ. ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന സൈനിക ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കാൻ അനുമതിയുള്ള ഈ മിലിറ്ററി ഗ്രേഡ് സ്പൈവയർ പരമാധികാരമുള്ള സർക്കാരുകൾക്ക് മാത്രമേ NSO ഗ്രൂപ്പ് വിൽക്കാറുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭീകരവാദികളെയും അന്താരാഷ്ട്ര കുറ്റവാളികളെയും പിടികൂടാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഈ ഡിജിറ്റൽ ആയുധം പിന്നീട് സ്വന്തം പൗരന്മാർക്കും ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ വിമർശകർക്കുമെതിരെ തിരിച്ചുവിട്ടു എന്നതാണ് പെഗാസസുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ഉയർന്ന ഏറ്റവും വലിയ വിവാദം. അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ, ദി വാഷിംഗ്ടൺ പോസ്റ്റ്, ദി ന്യൂയോർക്ക് ടൈംസ്, ഇന്ത്യൻ മാധ്യമമായ ദി വയർ എന്നിവരടങ്ങുന്ന 17 മാധ്യമ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെയും ഫോർബിഡൻ സ്റ്റോറീസിന്റെയും സഹായത്തോടെയാണ് പെഗാസസ് പ്രൊജക്ട് എന്ന പേരിൽ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടിയത്. ലോകമെമ്പാടുമുള്ള ഏകദേശം 50,000-ഓളം ഫോൺ നമ്പറുകൾ ഇത്തരത്തിൽ ഭരണകൂടങ്ങൾ ലക്ഷ്യമിട്ടതായാണ് ഈ ആഗോള അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ സ്പൈവയറിന്റെ ഏറ്റവും അപകടകരമായ സവിശേഷത സിനിമയിൽ കാണിക്കുന്നത് പോലെ സീറോ ക്ലിക്ക് അറ്റാക്ക് തന്നെയാണ്. സാധാരണ ഹാക്കിങ്ങിൽ നമ്മൾ ഏതെങ്കിലും ലിങ്കിലോ മെസ്സേജിലോ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പെഗാസസിന് അതിന്റെയൊന്നും ആവശ്യമില്ല. വാട്സപ്പിലോ iMessageലോ വരുന്ന ഒരു മിസ്ഡ് കോൾ വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ കാണുക പോലും ചെയ്യാത്ത ഒരു ചെറിയ ഡാറ്റ പാക്കറ്റ് വഴിയോ ഇത് ഫോണിലേക്ക് നുഴഞ്ഞു കയറും. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ആ ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം ഹാക്കറുടെ കൈകളിലാകും. ഫോണിലെ എൻക്രിപ്റ്റ് ചെയ്ത വാട്സാപ്പ്, സിഗ്നൽ സന്ദേശങ്ങൾ, ഇമെയിലുകൾ, ഫോട്ടോകൾ, ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവ ചോർത്താൻ മാത്രമല്ല, നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഫോണിന്റെ മൈക്രോഫോണും ക്യാമറയും തത്സമയം പ്രവർത്തിപ്പിക്കാനും ഇതിന് സാധിക്കും. അതായത് നമ്മുടെ സ്വന്തം ഫോൺ നമുക്കെതിരെയുള്ള ഒരു ചാരക്കണ്ണായി മാറുന്നു. യഥാർത്ഥ ലോകത്ത് ഇതിന്റെ ഇരകളായ രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ ഭീകരത വ്യക്തമാകും. പെഗാസസ് സോഫ്റ്റ്വെയർ ആദ്യമായി വാങ്ങിയ രാജ്യങ്ങളിൽ ഒന്നാണ് മെക്സിക്കോ. മയക്കുമരുന്ന് മാഫിയകളെ പിടികൂടാൻ വാങ്ങിയ ഈ സംവിധാനം ഉപയോഗിച്ച് അവിടുത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകരെയും അഴിമതി പുറത്തു കൊണ്ടുവന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെയുമാണ് ഭരണകൂടം നിരീക്ഷിച്ചത്. മെക്സിക്കൻ മാധ്യമ പ്രവർത്തകനായ ജാവിയർ വാൾഡസ് കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ ഫോണുകളിലേക്ക് പെഗാസസ് ആക്രമണം ഉണ്ടായതായി വാർത്തകൾ വന്നിരുന്നു. മറ്റൊരു ഭീകരമായ ഉദാഹരണം സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ടതാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് മാധ്യമപ്രവർത്തകനായ ജമാൽ ഖഷോഗി ഇസ്താംബുളിലെ സൗദി എംബസിയിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെടുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും ഫോണുകൾ പെഗാസസ് ഉപയോഗിച്ച് നിരീക്ഷിച്ചിരുന്നതായി ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. ഇന്ത്യയിലും പെഗാസസ് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ, മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അരുൺ മിശ്ര തുടങ്ങിയവരുടെ ഫോൺ നമ്പറുകളും മുൻ CBI ഡയറക്ടർ അലോക് വർമ്മ, 40ഓളം പ്രമുഖ മാധ്യമ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ എന്നിവരുടെ ഫോണുകളും നിരീക്ഷണ പട്ടികയിൽ ഉണ്ടായിരുന്നു. ഇത് പാർലമെന്റിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. സിനിമയിൽ പ്രതിരോധ മന്ത്രി JP സുന്ദരവും മകൻ ശക്തി സുന്ദരവും ചേർന്ന് പെരിസ്കോപ്പ് എന്ന ആയുധം സാധാരണ പൗരന്മാർക്കും രാഷ്ട്രീയ എതിരാളികൾക്കും മേൽ പ്രയോഗിക്കുന്നത് ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും ഇത്തരം ആധുനിക സാങ്കേതിക വിദ്യകൾ എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടാം എന്നതിന്റെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണമാണ്. രാജ്യസുരക്ഷ എന്ന പേരിൽ പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള ഭരണകൂടത്തിന്റെ കടന്നുകയറ്റത്തെയാണ് സിനിമ ഈ യഥാർത്ഥ സംഭവങ്ങളിലൂടെ തുറന്നുകാട്ടുന്നത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഡിഫൻസ് റിസർച്ച് വിങ്ങിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഡാനിയൽ ജെയിംസിന്റെ കഥാപാത്രം. സർക്കാരിന്റെ ഈ ചാരപ്പണിക്കെതിരെ തിരിയുന്ന അദ്ദേഹം രഹസ്യ വിവരങ്ങൾ ചോർത്തി ലണ്ടനിലേക്ക് കടക്കുകയും വിമതൻ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ വഴി ഭരണകൂടത്തെ തുറന്നുകാട്ടുകയും ചെയ്യുന്നു. ഇത് അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ കള്ളത്തരങ്ങൾ ലോകത്തിന് മുൻപിൽ
വീഡിയോയിൽ തുറന്നുകാട്ടിയ സാക്ഷാൽ എഡ്വേർഡ് സ്നോഡന്റെ ജീവിതത്തിന്റെ തനി പകർപ്പാണ്. ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്ന ഒരാൾക്ക് പിന്നീട് ധാർമ്മികമായ തിരിച്ചറിവ് ഉണ്ടാക്കുന്നതും സ്വന്തം സുരക്ഷ പോലും വകവെക്കാതെ രഹസ്യ ഡാറ്റകൾ ചോർത്തി വിദേശത്ത് അഭയം പ്രാപിക്കുന്നതും സ്നോഡന്റെ പോരാട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്പൈവെയറുകൾ നമ്മുടെ വിവരങ്ങൾ ചോർത്താൻ മാത്രമല്ല, നമ്മുടെ ഫോണുകളിലേക്ക് വ്യാജമായ തെളിവുകൾ നിക്ഷേപിക്കാനും സാധിക്കുമെന്ന് ഈ സിനിമ വ്യക്തമാക്കുന്നുണ്ട്. സിനിമയിൽ ആതിര എന്ന പെൺകുട്ടിയുടെ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ വ്യാജമായി നിക്ഷേപിച്ചാണ് അവളെ കുടുക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ സംഭവം നടന്നത് ഇന്ത്യയിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഭീമ കൊറേഗാവ് കേസിൽ. ഈ കേസിൽ അറസ്റ്റിലായ മനുഷ്യാവകാശ പ്രവർത്തകനും മലയാളിയുമായ റോണ വിൽസൺ ഉൾപ്പെടെയുള്ളവരുടെ ലാപ്ടോപ്പുകളിൽ മാൽവെയറുകൾ ഉപയോഗിച്ച് വർഷങ്ങളെടുത്ത് 22-ലധികം ഫയലുകൾ ഭരണകൂടം അല്ലെങ്കിൽ ഹാക്കർമാർ വ്യാജമായി നിക്ഷേപിച്ചതാണെന്ന് US ഡിജിറ്റൽ ഫോറൻസിക് ലാബായ ആഴ്സണൽ കൺസൾട്ടിംഗ് കണ്ടെത്തിയിരുന്നു. ഡിജിറ്റൽ കാലത്ത് ഭരണകൂടത്തിന് ആരെ വേണമെങ്കിലും തെളിവുകൾ ഉണ്ടാക്കി ദേശദ്രോഹികളാക്കാമെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് സംവിധായകൻ ഇതിലൂടെ തുറന്നുകാട്ടുന്നത്. അതുപോലെ സിനിമയിൽ കേന്ദ്രമന്ത്രി നളിനി രാമകൃഷ്ണനെയും ജ്യോതിയെയും കൊലപ്പെടുത്തുന്നത് VX എന്ന മാരകമായ നെർവ് ഗ്യാസ് ഉപയോഗിച്ചാണ്. കൂടാതെ ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് ബോഡി ഡബിളിനെ ഉപയോഗിച്ച് CCTV ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിച്ച് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ തട്ടിക്കൊണ്ടുപോകുന്ന രംഗവുമുണ്ട്. ഇത് ലോകത്തെ നടുക്കിയ രണ്ട് വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്നും കടമെടുത്തതാണ്. 2017 മലേഷ്യയിലെ കോലാലംപൂർ വിമാനത്താവളത്തിൽ വെച്ച് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോൺ ഉന്നിന്റെ അർദ്ധ സഹോദരൻ കിം ജോൺ നാമിനെ ഒരു TV പ്രാങ്ക് ഷോ ആണെന്ന് വിശ്വസിപ്പിച്ച് രണ്ട് സ്ത്രീകളെ കൊണ്ട് VX വിഷം പ്രയോഗിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇതേ രീതിയിൽ തന്നെയാണ് ഡാനിയലിനെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തേത് ലോകമെമ്പാടുമുള്ള മാധ്യമപ്രവർത്തകരെ നടുക്കിയ ജമാൽ ഖഷോഗിയുടെ കൊലപാതകമാണ്. സൗദി ഭരണകൂടത്തിന്റെ കടുത്ത വിമർശകനായിരുന്ന വാഷിംഗ്ടൺ പോസ്റ്റ് മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗി 2018 ഒക്ടോബറിൽ ഇസ്താംബുളിലെ സൗദി എംബസിയിലേക്ക് കയറിപ്പോയത് ചില വ്യക്തിപരമായ രേഖകൾ ശരിയാക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ണർ ഹാറ്റിസ് സെൻഗിസ് അന്ന് സൗദി എംബസിക്ക് പുറത്ത് കാത്തുനിന്നിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹം പുറത്തു വന്നില്ല. പിന്നീട് പുറത്തു വന്നത് എംബസിക്കുള്ളിൽ വെച്ച് സൗദിയിൽ നിന്നെത്തിയ പ്രത്യേക ഹിറ്റ് സ്ക്വാഡ് അദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തി ശരീരം കഷ്ണങ്ങളാക്കി മാറ്റിയെന്ന ഞെട്ടിക്കുന്ന വിവരമായിരുന്നു. അതിനുശേഷം ഖഷോഗിയുടെ വസ്ത്രങ്ങൾ ധരിച്ച ഒരു ബോഡി ഡബിളിനെ എംബസിയുടെ പിൻവാതിലിലൂടെ പുറത്തേക്ക് വിട്ട് അദ്ദേഹം സുരക്ഷിതമായി പുറത്തുപോയി എന്ന് വരുത്തി തീർക്കാനും CCTV ദൃശ്യങ്ങൾ വഴി അധികൃതർ ശ്രമിച്ചിരുന്നു. സിനിമയിൽ ഡോക്ടർ ഡാനിയൽ ജെയിംസ് വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് അപ്രത്യക്ഷമാകുമ്പോൾ പുറത്ത് ഒന്നും അറിയാതെ കാത്തുനിൽക്കുന്ന ആയിഷയുടെ അവസ്ഥ ഖഷോഗി തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ച് മണിക്കൂറുകളോളം സൗദി എംബസിക്ക് മുന്നിൽ കാത്തുനിന്ന ഹാറ്റിസ് സെൻഗിസിന്റെ അതേ വേദനയും ഭീതിയും തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ചുരുക്കത്തിൽ എനിക്ക് ഒളിക്കാനൊന്നുമില്ല, അതുകൊണ്ട് നിരീക്ഷിക്കപ്പെടുന്നതിൽ എനിക്ക് ഭയമില്ല എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാർക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് ഈ ചിത്രം. അധികാരവും ഡാറ്റയും ഭരണകൂടത്തിന്റെയോ കോർപ്പറേറ്റുകളുടെയോ കയ്യിലിരിക്കുമ്പോൾ നിങ്ങളെ വേണമെങ്കിൽ അവർക്ക് കുറ്റവാളികളാക്കാമെന്ന് സിനിമ അടിവരയിടുന്നു. സിനിമയുടെ അവസാന രംഗത്തിൽ നാഷണൽ വാർ മെമ്മോറിയലിൽ വെച്ച് മമ്മൂട്ടിയുടെ കഥാപാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചരിത്രം എന്നെ ഒരു വലിയ രാജ്യദ്രോഹിയായിട്ടാണോ അതോ ഒരു വലിയ രാജ്യസ്നേഹിയായിട്ടാണോ ഓർമ്മിക്കുക? ജനാധിപത്യവും പൗരാവകാശങ്ങളും വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഭരണകൂടത്തോടുള്ള അന്ധമായ വിധേയത്വമാണോ അതോ ഭരണകൂടത്തിന്റെ തെറ്റുകൾക്കെതിരെയുള്ള പോരാട്ടമാണോ യഥാർത്ഥ രാജ്യസ്നേഹം എന്ന വലിയ ചോദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ടുകൊണ്ടാണ് മഹേഷ് നാരായണൻ ഈ ചിത്രം അവസാനിപ്പിക്കുന്നത്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും പേട്രിയറ്റ് എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.